ഗാഥ മാഡം പോയിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. എങ്ങോട്ട്? കുറച്ചു മുമ്പ് കൃഷ്ണ എവിടെയുണ്ടെന്ന് എന്നോട് ചോദിച്ചിരുന്നു. എന്നിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. ഹലോ മമ്മി. മോളെ, നീ എവിടെയാ? ഞാന് ഒരു സ്ഥലം വരെ പൊക്കൊണ്ടിരിക്കാം. ഗാഥ, നീ എന്നോട് പറയാതെ എങ്ങോട്ടാ പോയത്? മമ്മിയോട് പറഞ്ഞ മമ്മി സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാ പറയാതെ പോന്നത്. മോളെ, നീ ഇങ്ങോട്ട് തിരിച്ചു വന്നേ. നോ മമ്മി, ഞാനൊരു തീരുമാനം എടുത്തിട്ടാ ഇറങ്ങിയത്. അത് കഴിയാതെ ഞാൻ വരില്ല. ഗാഥ, പറയുന്നത് കേക്ക. നീ എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയാം. ഓ, അവള് പറഞ്ഞല്ലേ ആ സുനന്ദ. ഞാൻ കൃഷ്ണയെ കാണാൻ തന്നെ മമ്മി പോകുന്നത്. ഗാഥ, എന്നെ ചതിച്ചവളാ അവള്. ഇപ്പോ കോൺട്രാക്ട് സ്വന്താക്കി മമ്മിയും ചതിച്ചു. അതിനുശേഷം മമ്മി അവള് കൊല്ലാൻ ശ്രമിച്ചു. ഇതൊക്കെ ഞാനങ്ങ് ക്ഷമിക്കണോ? ഗാഥ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ നിന്നോട് തിരിച്ചു വരാനാ മമ്മി പറയുന്നേ. ഞാൻ തീരുമാനിച്ചിറങ്ങിയതാ മമ്മി. ഞാൻ അവളെ കാണും. അവള് ചെയ്തതിനൊക്കെ ഞാൻ പകരം ചോദിക്കുകയും ചെയ്യും. മമ്മിനെ എന്നെ വിളിക്കാൻ നിൽക്കണ്ട. മോളെ, ഗാഥ, ഗാഥ. സിനി, ഗാഥ കൃഷ്ണന്റെ അടുത്തേക്കാ പോയിരിക്കുന്നത്. എന്താ സംഭവിക്കുന്നെന്ന് എനിക്കറിയില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ അത് അവൾ സഹിക്കില്ല. അവള് നടന്നതിന് പകരം ചോദിക്കാനാ പോയിരിക്കുന്നത്. നിന്നോട് ആര് പറഞ്ഞു അവൾക്ക് കൃഷ്ണനുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കാനായിട്ട്? എന്റെ കഴുത്തില് കത്തിവെച്ച ഗാഥ മാഡം ചോദിച്ചത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞു പോയത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അയാൾ ഒരിക്കലും എന്റെ മോളെ കാണരുത്. കണ്ടാലത് പ്രശ്നം.